കുട്ടിയുടെ വീട്ടിൽ ഞാനും പോയി, രാജസ്ഥാനിലെ ഒരു ഗ്രാമത്തിൽ. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇവിടെയുള്ള ഒരു സർക്കാർ സ്കൂൾ കാണാൻ പറ്റുമോ, എന്താണ്? അപ്പോൾ ഞാൻ പോയപ്പോൾ ഒരു 3 മുറികളുള്ള ഒരു സ്കൂളാണ്. അതിലൊരു മുറിയിൽ ഒരു വളരെ ചെറിയൊരു മുറി അവിടുത്തെ ഓഫീസാണ്, മറ്റൊരു മുറി അംഗനവാടിയാണ്, മൂന്നാമത്തെ മുറിയിൽ അവിടുത്തെ ഉച്ചഭക്ഷണത്തിന് ആവശ്യമായ പിന്നെ ഗോതമ്പ് കൂട്ടിയിട്ടിട്ടുണ്ട്, സ്കൂളിലെ കുറേ സാധനങ്ങൾ കൂട്ടിയിട്ടിട്ടുണ്ട്. ആ മുറിയിൽ ഒരു ബെഞ്ച് ഡെസ്ക് പോലും ഇല്ല, ഒരു സിമൻറ്റ് തറയാണ്. അവിടെയാണ് 1 മുതൽ 5 വരെയുള്ള ക്ലാസ്സിലെ കുട്ടികൾ പഠിക്കുന്നത് എന്നാണ് പറഞ്ഞത്. ഒരു അധ്യാപകനെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒട്ടുമില്ല, നിലത്തിരുന്ന് പഠിക്കുന്ന സിസ്റ്റമാണുള്ളത്. എന്ന് മാത്രമല്ല, ആ ഒരു ക്ലാസ് മുറി ഇത്രയധികം കുട്ടികളെ പിന്നെ ഏറ്റെടുക്കാൻ പറ്റുന്നൊരു സംവിധാനമേ ഇല്ല. അപ്പോൾ ഒരു ഗ്രാമത്തിൻ്റെ കഥ മാത്രമല്ല ഇത്. ഒരുപാട് ഗ്രാമങ്ങൾ ഇങ്ങനെ വിദ്യാഭ്യാസത്തിൽ പിന്നാക്കമാണ്. ഈ കാരണങ്ങൾ കൊണ്ടാണ്, അവരുടെ പ്രാഥമിക സൗകര്യങ്ങളില്ലാത്തത് കൊണ്ട്. എനിക്ക് മനസ്സിലായത്, ഈ കുട്ടികളോട് സംവദിക്കുന്നത് കൊണ്ടും അവരോട് സംസാരിച്ചതിൻ്റെയും ഫലം എനിക്ക് മനസ്സിലായത്, നമ്മളെക്കാൾ ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികളാണ്. ഇപ്പോൾ ഞാൻ റീസെൻ്റ്ലി ഒരു ഉദാഹരണം പറയുന്നത്, നമ്മുടെ സ്കൂളിൽ 3 മാസം പഠിച്ച് അവരുടെ നാട്ടിൽ പോയ ഈ കുട്ടികൾ അവിടുത്തെ അംഗനവാടികളിലും LP സ്കൂളുകളിലൊക്കെ ക്ലാസ് എടുക്കുന്ന കാഴ്ച എനിക്ക് അവിടുത്തെ രക്ഷിതാക്കൾ പലരും അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ നമ്മളെക്കാൾ ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികളാണ്. പക്ഷെ അവരെ കൈ പിടിക്കാനുള്ള ഒരൊറ്റ കൈ വന്നാൽ മാത്രം മതി, അവർ മുന്നോട്ട് വന്നോളും.